തിരുവനന്തപുരം മേയറും KSRTC ഡ്രൈവറും തമ്മിലുള്ള തർക്കത്തിൽ റിപ്പോർട്ട് തിടുക്കപ്പെട്ട് നൽകേണ്ടതില്ലെന്ന് ഗതാഗത മന്ത്രിയുടെ ഓഫീസ്. ഒരാഴ്ചക്കുള്ളിൽ കുറ്റമറ്റ റിപ്പോർട്ട് നൽകിയാൽ മതിയെന്നാണ് നിർദ്ദേശം. റിപ്പോർട്ട് തയ്യാറാക്കുമ്പോൾ പോലീസുമായി സഹകരിക്കാനും നിർദ്ദേശമുണ്ട്. ഇന്നലെ തന്നെ റിപ്പോർട്ട് നൽകാനായിരുന്നു ആദ്യം നിർദ്ദേശിച്ചിരുന്നത്. മേയറുമായുള്ള തർക്കത്തിൽ നിയമ നടപടിയുമായി മുന്നോട്ട് പോകുമെന്ന് ആവർത്തിച്ച് KSRTC ബസ് ഡ്രൈവർ യദുരംഗത്തെത്തി. പോലീസ് കേസെടുത്തില്ലെങ്കിൽ കോടതിയെ സമീപിക്കാനാണ് തീരുമാനം. മേയറുടേത് വ്യാജ ആരോപണമെന്ന് യദുവിൻ്റെ അമ്മയും ആരോപിച്ചു. വക്കീലിനെ കണ്ട് കേസ് ഫയൽ ചെയ്യുക തന്നെ ചെയ്യും. മേഡത്തിൻ്റെ പേരിൽ കേസ് കൊടുക്കും. മന്ത്രിയുടെയൊക്കെ ശ്രദ്ധയിൽപ്പെടുത്താനുള്ള ഒരു നീക്കമുണ്ടോ? ഉണ്ട്. സാറിനെ കണ്ട് നാളെ പരാതി കൊടുക്കും. പരാതി കൊടുത്ത് എൻ്റെ ഭാഗത്ത് തെറ്റില്ല എന്നുള്ള രീതിയിൽ എന്താണെന്നുള്ളത് വ്യക്തമായിട്ട് അതിൽ എഴുതി തന്നെ കൊടുക്കും. എന്താണ് അന്ന് സംഭവിച്ചത്, എൻ്റെ ഭാഗത്ത് ന്യായീകരണങ്ങളുണ്ട്, എൻ്റെ കയ്യിൽ വീഡിയോ ഉണ്ട്, എല്ലാം ഉണ്ട്. ഇവർ തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഈ വേറെ പാസഞ്ചർ വീഡിയോ എടുത്തപ്പോൾ ഡിലീറ്റ് ചെയ്യുമെന്ന് പറഞ്ഞാൽ ഹസ്ബൻഡ് അകത്ത് കയറി ആ പയ്യനെ ഭീഷണിപ്പെടുത്തിയാണ് ഡിലീറ്റ് ചെയ്യിപ്പിച്ചത്. അത് തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ അവരെന്തിനാണ് അങ്ങനെ ഡിലീറ്റ് ചെയ്യാൻ പറയേണ്ട കാര്യം? അത് തെറ്റുള്ളതുകൊണ്ടാണ്. അവർ പറഞ്ഞ തെറ്റാണ്, അവർ മോശമായിട്ടാണ് സംസാരിച്ചത്. ആ വീഡിയോ പുറത്ത് വന്നു കഴിഞ്ഞാൽ മേയർ വെളിയിൽ പോകേണ്ട അവസ്ഥ വരുമെന്നുള്ള രീതിയിലായതുകൊണ്ടാണ് മേയർ പേടിച്ചാണ് ഡിലീറ്റ് ചെയ്യിപ്പിച്ചിട്ട് ബാക്കിയുള്ള സംസാരങ്ങളൊക്കെ എൻ്റെ അടുത്ത് മോശമായിട്ടാണ്. ബസ് ഓട്ടിച്ച് അവൻ എങ്ങനെയാണ് കൈയും കാലും ഇവരെ കാണിച്ചു ഓരോ അശ്ലീലങ്ങൾ കാണിച്ചെന്ന് ഇവർ പറയുന്നു. അപ്പോൾ ഈ കാറിനകത്ത് ക്ലാസ് വിട്ടിരിക്കണവർ ഇവൻ കൈ കാണിക്കണയൊക്കെ എങ്ങനെയുണ്ട്, അതാണ് എനിക്ക് മനസ്സിലാവാത്തത്. ഇത്രയും പൊക്കമുള്ള ബസ്സിൽ നിന്ന് ഓട്ടിക്കണോ ഇവർ ബാക്കിൽ ക്ലാസ് വിട്ട് വരണവർ ഇവരെങ്ങനെ കണ്ടു ഇവൻ കൈ കാണിക്കണേ? അത് കാണാൻ പറ്റുമോ? നിങ്ങൾ ആരെങ്കിലും ആലോചിച്ച് ചോദിക്കുക. അല്ലെങ്കിൽ അവർ ആ സീറ്റിൽ പിടിച്ചിരുത്തിയിട്ട് അവരോട് ഓട്ടിച്ചിട്ട് കാണിക്കാൻ പറയും. ഇങ്ങനെ ബാക്കിൽ നിന്ന് ആരെങ്കിലും കാണിച്ചാൽ കാണാമോ? പെണ്ണുങ്ങൾക്ക് വേണ്ടി സഹകരിച്ചെങ്കിൽ ഇവനെ നിൻ്റെ തന്തയുടെ വകയാണ് റോഡെന്ന് കേൾക്കേണ്ട കാര്യമല്ല. അവരൊരു മേജറായിട്ടിരുന്നുകൊണ്ടാണ് ഇത് ചോദിക്കണേ, തന്തയുടെ വകയെന്ന് റോഡ്. അങ്ങനെയാണോ ചോദിക്കാനുള്ളത്? ഒരു വിദ്യാഭ്യാസം വിവരമുള്ളവർ. സുനീഷ, എന്താണ് ഇക്കാര്യത്തിൽ മന്ത്രിയുടെ ഓഫീസ് പെട്ടെന്ന് റിപ്പോർട്ട് നൽകേണ്ടതില്ല, പോലീസുമായി സഹകരിച്ച് കുറ്റമറ്റ റിപ്പോർട്ട് തയ്യാറാക്കിയാൽ മതി എന്ന് നിർദ്ദേശിക്കാൻ കാരണം? നികേഷ്, മേയർ ഡ്രൈവർ തർക്കവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അനുകൂലിച്ചും പ്രതികൂലിച്ചും വ്യാപകമായ പ്രതിഷേധമടക്കം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിലായിരുന്നു കഴിഞ്ഞ ദിവസം മേയറും MLA സച്ചിൻ ദേവും അടക്കം മിനിസ്റ്റർ KB ഗണേഷ് കുമാറിനെ തന്നെ നേരിട്ട് കണ്ട് പരാതി നൽകുകയും ചെയ്തിരുന്നു. അതിന് പിന്നാലെയായിരുന്നു കഴിഞ്ഞ ദിവസം ഉടൻ തന്നെ റിപ്പോർട്ട് നൽകാൻ KSRTC വിജിലൻസ് ഓഫീസർക്ക് ഗതാഗത മന്ത്രി നിർദ്ദേശം നൽകുകയും ചെയ്തിരുന്നത്. പക്ഷേ ഇന്നാണ് ഇത്ര പെട്ടെന്ന് തന്നെ ധൃതിപ്പെട്ട് ഒരു റിപ്പോർട്ട് നൽകേണ്ടതില്ല എന്ന് മന്ത്രിയുടെ ഓഫീസ് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. കുറ്റമറ്റ രീതിയിൽ, പിഴവില്ലാത്ത രീതിയിൽ റിപ്പോർട്ട് നൽകണം. അതിന് കാലതാമസം എടുത്താലും, അധിക കാലതാമസം എന്നതല്ല, ഒരാഴ്ചക്കകമെങ്കിലും കാലതാമസം എടുത്തുകൊണ്ട് റിപ്പോർട്ട് നൽകിയാൽ മതി എന്നൊരു നിർദ്ദേശമാണ് ഇപ്പോൾ ഗതാഗത മന്ത്രിയുടെ ഓഫീസിൽ നിന്നും ലഭിക്കുന്നത്. പ്രധാനമായും നേരത്തെ തന്നെ ഈ ഡ്രൈവറെ തടഞ്ഞു വെച്ചിട്ടില്ല എന്നതടക്കമുള്ള കാര്യങ്ങളായിരുന്നു മേയർ ആര്യ രാജേന്ദ്രന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നത്. പക്ഷേ കഴിഞ്ഞ ദിവസത്തെ CCTV ദൃശ്യങ്ങളിൽ മേയർ ഈ പാളയത്തെത്തിയപ്പോൾ ബസ് തടഞ്ഞു നിർത്തിക്കൊണ്ട് ഈ ചോദ്യം ചെയ്യുന്നത് അടക്കമുള്ള കാര്യങ്ങൾ പുറത്തു വരികയും ചെയ്തിരുന്നു. അതിന് പിന്നാലെയായിരുന്നു പല രീതിയിലുള്ള പ്രതിഷേധങ്ങളൊക്കെ തന്നെയും വ്യാപകമായി വരികയും ചെയ്തിരുന്നത്. ഏതായാലും ഇതിന് പിന്നാലെയാണ് കുറ്റമറ്റതായ രീതിയിൽ ഒരു അന്വേഷണം നടത്തേണ്ടതുണ്ട്. കൃത്യമായി ഈ പട്ടം മുതൽ ഈ മേയറുടെ വാഹനത്തിന് പിന്നാലെ ഈ KSRTC ബസ് ഡ്രൈവർ ഉണ്ടായിരുന്നതായും ഈ ഓവർടേക്ക് ചെയ്യാനുള്ള ശ്രമങ്ങൾ നടന്നിരുന്നതായും പറയുന്നത്. അതുകൊണ്ട് തന്നെ കേശവദാസപുരം മുതൽ ഈ പാളയം വരെയുള്ള CCTV ദൃശ്യങ്ങൾ അടക്കം പരിശോധിച്ചുകൊണ്ട് കൃത്യമായ ഒരു പരിശോധന അല്ലെങ്കിൽ അന്വേഷണം നടത്തണം എന്നൊരു നിർദ്ദേശമാണ് ഇപ്പോൾ വിജിലൻസ് ഓഫീസർക്ക് നൽകിയിരിക്കുന്നത്. ഏതായാലും ഒരാഴ്ചക്കകം പഴുതറ്റ രീതിയിൽ, പിഴവില്ലാത്ത രീതിയിൽ അന്വേഷണം നടത്തണം. അതിനുശേഷം റിപ്പോർട്ട് നൽകണമെന്നതാണ് ഏതായാലും മന്ത്രിയുടെ ഓഫീസിൽ നിന്നും ലഭിക്കുന്നത്. അതിന് പിന്നാലെ തന്നെയാണ് ഏതായാലും നേരത്തെ ഈ മേയർ നൽകിയ പരാതിയിൽ യദുവിനെതിരെ, ഈ ബസ് ഡ്രൈവർ യദുവിനെതിരെ കേസെടുത്തിരുന്നു. പക്ഷേ നിലവിൽ യദു നൽകിയ പരാതിയിൽ, ഈ ഡ്രൈവർ നൽകിയ പരാതിയിൽ കേസെടുക്കാൻ പോലീസ് തയ്യാറായിട്ടില്ല. അതുകൊണ്ട് തന്നെ നിയമ നടപടിയുമായി മുന്നോട്ട് പോകുമെന്നാണ് യദുവും കുടുംബവും പറയുകയും ചെയ്യുന്നത്. ഏതായാലും റിപ്പോർട്ട് ലഭിച്ചതിന് ശേഷം ഇതിൽ നടപടി ഉണ്ടാകുമെന്നാണ് ഗതാഗത മന്ത്രിയുടെ മുന്നറിയിപ്പ്. സുനീഷ അയലൂരാണ് വിശദാംശങ്ങൾ നൽകിയത്.